ലൈംഗിക വിവാദങ്ങളിൽ നാണം കെട്ടതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ചോദിച്ചു വാങ്ങി കോൺഗ്രസ്. AICC കടുത്ത നിലപാടെടുത്തതോടെയാണ് രാഹുലിന് സ്ഥാനം തെറിച്ചത്. രാജി സ്ഥിരീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിലും പരാതിക്കാരികളെ വെല്ലുവിളിച്ചാണ് മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. എന്നാൽ MLA സ്ഥാനം രാഹുൽ രാജിവെക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട്, പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പല കോണിൽ നിന്ന് ലൈംഗികാരോപണങ്ങൾ പൊന്തിവന്ന് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ മാനക്കേടായതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലെ വഴിയടഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ AICC നേതൃത്വം തന്നെ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ കൂസലേതുമില്ലാതെ അടൂരിലെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട മാങ്കൂട്ടത്തിൽ ഇക്കാര്യം നിഷേധിച്ചു. പകരം പരാതി ഉന്നയിച്ചവരെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. യുവനടി റിനി ആൻ ജോർജ് പറഞ്ഞത് തന്നെ കുറിച്ചല്ല, തനിക്കെതിരെ എവിടെയും ആരും പരാതി കൊടുത്തിട്ടില്ല. മെസ്സേജ് അയച്ചതിന് VD സതീശൻ ശാസിച്ചിട്ടില്ല. എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല, വ്യക്തിപരമായി എനിക്കറിവില്ല. എന്നോട് ശ്രീ VD സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ ശ്രീ VD സതീശനോട് അങ്ങേക്ക് ചോദിക്കാം, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം തന്നെ വ്യാജമെന്ന് പറഞ്ഞ് രാഹുൽ തള്ളിക്കളഞ്ഞു. അതിലും പരാതി എവിടെയെന്ന് ചോദ്യം. ഇപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭഛിദ്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ? അപ്പം നമുക്കത് അന്നേരം നോക്കാം. അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ. ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം. ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട്. കോടതിയിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിച്ചോളാം. സ്ത്രീകളോട് അനാവശ്യം പറഞ്ഞെന്ന് പറയുന്ന ഹണി ഭാസ്കർ ചാറ്റിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും വെല്ലുവിളി. ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു, ഏത് വ്യക്തി പറഞ്ഞു? അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം, അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും അവര് പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. 5 സ്റ്റാർ ഹോട്ടലിലെ മുറിയിലേക്ക് തന്നെ വിളിച്ചെന്ന റിനിയുടെ വെളിപ്പെടുത്തലോടെയാണ് മാങ്കൂട്ടത്തിൽ വീണതെങ്കിലും AICC നേതൃത്വത്തിനു മുന്നിൽ നേരത്തെ തന്നെ പരാതി പ്രളയമാണ്. ദീപാദാസ് മുൻഷിക്ക് മുന്നിലുള്ളത് 9 പരാതികൾ. അതിൽ പലതും പരാതിക്കാർ തെളിവ് സഹിതം നേരിട്ട് കൊടുത്തതാണ്. മുൻ MP-യുടെ മകളുമായി ബന്ധപ്പെട്ടടക്കം ഗുരുതര പരാതികളാണ് നേതൃത്വത്തിനു മുന്നിലുള്ളത്. ഇതിലൊന്നും വേണ്ട തരത്തിൽ KPCC തീർപ്പുണ്ടാക്കിയില്ലെന്ന അമർഷവും ദേശീയ നേതൃത്വത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് AICC നേതൃത്വം തന്നെ രാജി ആവശ്യപ്പെട്ടത്. ഇന്നലെ മുതൽ മൗനത്തിലായിരുന്ന VD സതീശനും ഗതികെട്ട് മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞു. റിനി പരാതി പറഞ്ഞപ്പോൾ തന്നെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടപടിയെടുത്തെന്ന് സതീശൻ അവകാശപ്പെട്ടു. മെസ്സേജ് അയച്ചതിന് തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ എന്ന് ചോദ്യവും. മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, പക്ഷേ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. KPCCക്ക് മുന്നിൽ പരാതി ഒന്നും കിട്ടിയിരുന്നില്ലെന്നും സ്വയം രാജിവെച്ചതാണെന്നും ഹ്രസ്വ പ്രതികരണത്തിലൂടെ പറഞ്ഞൊഴിഞ്ഞു KPCC പ്രസിഡന്റ്. എന്നോട് ആരും ഒരു പരാതിയും, ഒരു പെൺകുട്ടിയും എന്നോട് ഒരിക്കലും ഒരു പരാതിയും വാക്കാലോ ഫോണിലോ രേഖാമൂലമോ ഒരിക്കലും നൽകിയിട്ടില്ല. എന്റെ മുൻപിൽ ആരും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. യൂത്ത് കോൺഗ്രസിലും പടയൊരുക്കം ശക്തമായതോടെയാണ് രാഹുൽ പദവി ഒഴിഞ്ഞത്. ജിൻഡോ ജോണും RV സ്നേഹയും രാഹുലിനെതിരെ രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് മറ്റുള്ള യുവജന പ്രസ്ഥാനങ്ങൾക്കും നൽകുന്ന വലിയൊരു മാതൃക കൂടിയാണ് ഈ ഒരു രാജി. അദ്ദേഹം കുറ്റക്കാരനായതുകൊണ്ടല്ല, അന്വേഷണ വിധേയമായിട്ടാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. കാരണം പാർട്ടിയെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല കൂടി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു രാജിയെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ ഭാരവാഹികളും സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ MLA സ്ഥാനം രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാട്. അതും രാജിവെച്ചാൽ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.